യോഹന്നാൻ 13:34 ഈശോയുടെ പുതിയ കൽപ്പന. മാൻഡേറ്റും നോവും ദോവോബിസ്. ശുശ്രൂഷയ്ക്കുള്ള സേവനത്തിനുള്ള പുതിയ മോണ്ടി മാൻഡേറ്റാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം മോണ്ടി തേഴ്സ്ഡേ എന്ന് വിളിക്കപ്പെടുന്നത്. എല്ലാവർക്കും മോണ്ടി തേഴ്സ്ഡേയുടെ പെസഹ വ്യാഴത്തിൻ്റെ മംഗളാശംസകൾ. സ്നേഹം അപ്പമായി ആത്മാവിൽ വാഴാൻ വന്ന ദിവസമാണല്ലോ പെസഹ. ഇസ്രായേൽക്കാരുടെ ഈജിപ്തിലെ പെസഹ രക്ഷയ്ക്കുള്ള അടയാളവും ഒപ്പം ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണവുമായിരുന്നു. ഇന്ന് പുതിയ പെസഹ ഈശോ തൻ്റെ ഈ ലോകത്തിൽ നിന്നുള്ള കടന്നുപോകലിന് മുമ്പായി, കുരിശുമരണത്തിന് മുമ്പായി സ്ഥാപിച്ച സ്നേഹത്തിൻ്റെ മറ്റടയാളം. ഇസ്രായേലിന് തങ്ങളുടെ ആദിജാതനെ രക്ഷിക്കാൻ കട്ടിളപ്പടിയിലെ രക്തമടയാളമായപ്പോൾ, പുതിയ പെസഹായിൽ തൻ്റെ രക്തം പാനീയമായി നൽകിക്കൊണ്ട് ആത്മാക്കളെ രക്ഷിക്കാൻ അവൻ പുതിയൊരു കൂദാശയായി, രക്ഷയുടെ അടയാളമായി. 1 കൊരിന്തോസ് 11:26 പറയുന്ന പോലെ, നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അത് നിത്യകാലത്തേക്കുള്ള ഉടമ്പടിയായി. സ്നേഹത്താൽ, മനുഷ്യമക്കളോടുള്ള അനന്തമായ സ്നേഹത്താൽ പ്രേരിതനായിട്ടാണ് ദൈവപുത്രൻ വരുന്നത്. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നത്. യോഹന്നാൻ 3:16. ദൈവം തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ഈ ലോകത്തെ അത്രയധികം സ്നേഹിച്ചു. പുത്രൻ തൻ്റെയും തൻ്റെ പിതാവിൻ്റെയും സ്നേഹം ഈ ലോകത്തെ അറിയിച്ചു. എന്നാൽ പുത്രൻ സ്നേഹത്തോടൊപ്പം സേവനം തൻ്റെ മാതൃകയാക്കി, ശൈലിയാക്കി. സ്നേഹത്തിൻ്റെ പുതിയ പാഠം നമുക്ക് നൽകി. തൻ്റെ സേവനത്തിൽ അവൻ വിനയം കലർത്തി പുതിയ മാതൃകയാക്കി. യോഹന്നാൻ 13:15. ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യുവിനെന്ന ഒരു കൽപ്പനയും നൽകി. അപ്പോൾ ലോകത്തിന് ജീവിക്കാൻ അവൻ തൻ്റെ ഓർമ്മയും ആത്മാവിന് ഭോജ്യമായ തൻ്റെ ശരീര രക്തങ്ങളും നൽകി. ഈ സ്നേഹത്തിൻ്റെ നിത്യ ഉടമ്പടിയാണ് നാം എല്ലാ ദൈവിക ഭവനങ്ങളിലും അനുഷ്ഠിക്കുന്നത്, പരിശുദ്ധ കുർബാന എന്ന പേരിൽ. ഈ അനുഷ്ഠാനത്തിനായി പുരോഹിതരെ അവൻ തൻ്റെ ശിഷ്യന്മാരായി നിയമിച്ചു. അതുകൊണ്ട് ഇന്ന് പുരോഹിതരുടെ പൗരോഹിത്യത്തിൻ്റെ തിരുനാൾ കൂടിയാണ്. എല്ലാ പുരോഹിതർക്കും പൗരോഹിത്യത്തിൻ്റെ തിരുനാൾ മംഗളങ്ങൾ നേരുന്നു. വീണ്ടും, പൗരോഹിത്യം എളിമപ്പെടാനുള്ള കൂദാശയാണ്, ജീവിത രീതിയാണ്. താലത്തിൽ വെള്ളമെടുത്ത് വെൺകച്ചിമരയിൽ ചുറ്റി സേവനത്തിന്, ശുശ്രൂഷയ്ക്ക്, കാൽ കഴുകാൻ, എളിമയിൽ ശുശ്രൂഷിക്കാൻ, വിശുദ്ധിയിൽ ശുശ്രൂഷിക്കാൻ. പുരോഹിതൻ കുർബാനയ്ക്കൊരുങ്ങുമ്പോൾ തിരുവസ്ത്രങ്ങളുടെ കൂടെ ഒരു അരപ്പട്ട് കെട്ടുന്നുണ്ട്. അത് കെട്ടുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ടാണ് കെട്ടുന്നത്: കർത്താവേ, വിശുദ്ധിയുടെ അരപ്പട്ടയാൽ എന്നെ കെട്ടി എൻ്റെ ഹൃദയവാഞ്ചകളെ ശമിപ്പിക്കണമേ. അങ്ങനെ പരിശുദ്ധിയും ശുദ്ധിയും എന്നിൽ നിലനിൽക്കട്ടെ. അതെ, സ്വയം എളിമപ്പെടാനും പരിശുദ്ധിയിൽ ശുശ്രൂഷ ചെയ്യുവാനുമുള്ള വിളിയാണത്. എളിമപ്പെടുന്ന ഹൃദയങ്ങൾക്കാണ് അവൻ സ്വയം വെളിപ്പെടുത്തുന്നത്. മത്തായി 5:8. ഹൃദയവിശുദ്ധിയാണ് അവനെ കാണാനുള്ള ഉപാധിയും അടിസ്ഥാനവും. ഹൃദയം നിർമ്മലമാക്കാൻ, എളിമയോടെ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അവൻ പറയുന്നു, സ്നേഹിക്കപ്പെടാനല്ല സേവിക്കാനാണ് താൻ വന്നിരിക്കുന്നത്. സേവനത്തിൻ്റെ ഏറ്റവും വലിയ മാതൃക തൻ്റെ ജീവിതത്തിലൂടെ നൽകി. ജീവിതത്തിലെ എല്ലാ തുറയിലുമുള്ള ആളുകളെ അവൻ സ്നേഹിച്ചു, സേവിച്ചു, സപ്പോർട്ട് ചെയ്തു, രോഗസൗഖ്യം നൽകി. ഏറ്റവും ഒടുവിൽ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി വിനയത്തിൻ്റെ മാതൃക നൽകി. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടി പങ്കില്ല. യോഹന്നാൻ 13:8 പത്രോസിനോട് അവിടുന്ന് പറഞ്ഞു. ഇത് വെറും കാൽ കഴുകൽ മാത്രമായിരുന്നില്ല. ഹൃദയമാണ് അവൻ കഴുകുന്നത്. കുമ്പസാരം എന്ന കൂദാശയാണ് അവൻ അതിനായി നൽകുന്ന വെള്ളം. മുറിഞ്ഞ ഹൃദയങ്ങളെ സുഖപ്പെടാൻ, ഹൃദയത്തിൽ പുരട്ടാൻ അവൻ നൽകുന്നത്, വീഞ്ഞായി നൽകുന്നത് തൻ്റെ രക്തമാണ്. ആത്മാവിൻ്റെ അപ്പമായി തൻ്റെ ശരീരവും. അതിനാണ് അവൻ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. അവനാൽ കഴുകപ്പെട്ട് അവൻ്റെ ശരീര രക്തങ്ങൾ സ്വീകരിച്ച് ആത്മാവിലും ശരീരത്തിലും നവീകരിക്കപ്പെട്ടവരായി നമുക്ക് അവൻ്റെ ഉയർപ്പിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ ഒരുങ്ങാം. അങ്ങനെ ഈ പെസഹ നമുക്ക് ഉയർപ്പിലേക്കും അതിൻ്റെ സന്തോഷത്തിലേക്കുമുള്ള കടന്നുപോകലാകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി മോണ്ടി തേഴ്സ്ഡേയുടെ പെസഹ വ്യാഴത്തിൻ്റെ തിരുനാൾ മംഗളങ്ങൾ ആശംസിക്കുന്നു.